നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ ഏഞ്ചലറിയിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ അവിടെ വെച്ച് അബിയെയും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നയനയ്ക്കൊരു സംശയം. കാരണം അപ്പോൾ നയന പറയുന്നുണ്ട്, മുമ്പാണെങ്കിൽ ഇതിനൊക്കെ അബിയാണെങ്കിൽ കള്ളക്കടത്തിൽ സ്വർണ്ണം മൂർത്തി ജ്വല്ലറി വഴിയാണെങ്കിലും വിറ്റ് അയച്ചായിരുന്നല്ലോ. അപ്പോഴത്തേക്ക് ഇനി ഇവർ ഏഞ്ചലറിക്കാർ കൊടുത്തതാണോ എന്നൊക്കെ ഒരു സംശയം നമ്മളെ നയനയ്ക്കുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആദർശിനും ആ ഒരു സംശയമുണ്ട്. നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും എന്നെ ഈ വേഷനിൽ കണ്ടിട്ട് അവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ഈ വേഷം തന്നെ നമുക്ക് ധരിച്ചിട്ട് പോകാമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആദർശ് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മുത്തശ്ശനെയും അനിയെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുത്തശ്ശനാണെങ്കിൽ അനിയെടുത്ത് പറയുന്നുണ്ട്, ഇത്രയും നാൾ മൂർത്തി ജ്വല്ലറിയുടെ തലപ്പത്തിരുന്നത് ഈ കുടുംബത്തിലുള്ളവർ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദർശ് പോയതിന് ശേഷം നീ തന്നെ ആ ഒരു സ്ഥാനത്ത് വരണമെന്ന് ഞാനാണെങ്കിൽ വാശി പിടിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ തന്നെ ആ ഒരു സ്ഥാനം നീ ഏറ്റെടുക്കണമെന്നൊക്കെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അനിയെടുത്ത് പറയുന്നത്. ഇതറിയുന്ന നമ്മളെ നവ്യയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നവ്യാണെങ്കിൽ അബിയെടുത്ത് പറയുന്നുണ്ട്, കുറച്ച് ദിവസം തന്നെ ഒരു സ്ഥാനം കിട്ടിയപ്പോഴത്തേക്ക് നിന്നെ അവിടെ നിന്ന് പുറത്താക്കിയവനാണ് നമ്മൾ അനി. അപ്പോഴത്തേക്ക് ഇനി അവനിപ്പോൾ MD സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ നിൻ്റെ കാര്യം ആലോചിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നവ്യയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അബിക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട്. കാരണം നമ്മൾ അനിയാണെങ്കിൽ MD സ്ഥാനത്ത് ആക്കിയല്ലോ. അപ്പോൾ ആ ഒരു വിഷമം നമ്മൾ അബിക്കും ഉണ്ട്. പിന്നെ നമ്മൾ ആദർശിൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കാൻ വേണ്ടിയാണെങ്കിൽ അനിയാണെങ്കിൽ ആദർശിനെ കാണാനൊക്കെ പോയിട്ട് ആദർശിൻ്റെ കാല് തൊട്ടൊക്കെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. വന്നിട്ട് ഓഫീസിൽ പോയി MD സ്ഥാനമൊക്കെ ചാർജ് എടുക്കാൻ വേണ്ടിയൊക്കെ. അപ്പം ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.